തിരുവല്ലം ഭാസി എന്ന ദശാബ്ദങ്ങൾക്ക് മുമ്പത്തെ തലസ്ഥാനത്തെ പേരെടുത്ത ഫ്രീലാൻസ് പത്ര ഉടമയും പത്രപ്രവർത്തകനും ഇന്ന് സകുടുംബം ഓസ്ട്രേലിയയിലാണ്. മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കെ. കരുണാകരൻ്റെ അടുത്ത മാധ്യമ സുഹൃത്ത്. മാതാ അമൃതാനന്ദമയിയുടെ കടുത്ത ഭക്തനും അന്നത്തെ മീഡിയ ചുമതലക്കാരനും ആയിരുന്ന തിരുവല്ലം ഭാസി ഓർത്തെടുക്കുന്നത് അമൃതാനന്ദമയി മഠവും അന്നത്തെ മുഖ്യമന്ത്രി ഇ. കെ. നായനാരും നേരിട്ട് സീനിൽ വരുന്ന ഒരു നിർണായക രംഗമാണ്. ആ രംഗം തിരുവല്ലം ഭാസിയുടെ വാക്കുകളിലൂടെ ഇങ്ങനെയാണ്. ഇ. കെ. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള ഒരു നിയമസഭാ സമ്മേളന വേളയിൽ ടി. കെ. ഹംസ തൻ്റെ പ്രസംഗത്തിനിടയിൽ അമൃതാനന്ദമയിയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും അമൃതാനന്ദമയി ഭക്തർ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. തലസ്ഥാനത്ത് കൂറ്റൻ ഭക്തജന റാലിയും. സ്പീക്കർ എം. വിജയകുമാറും സർക്കാരും ഒന്ന് ഉലഞ്ഞു. ഞാനപ്പോൾ അമൃതാനന്ദമയിയുടെ മീഡിയ ചുമതലകൾ വഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുരളീധരൻ നായരാണ് ആശ്രമവുമായി ചർച്ച നടത്തി പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് എന്നോട് വിളിച്ചു പറയുന്നത്. അതിനായി സ്പീക്കറും ചില ഇടപെടൽ നടത്തിയിരുന്നു. ഈ നിർദ്ദേശം വള്ളിക്കാവ് മഠത്തിൽ അമ്മയെയും പ്രധാന സ്വാമിയെയും ധരിപ്പിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്വാമിമാർ ഉടനെ എന്നെയും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സമയപ്രകാരം പിറ്റേന്ന് വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ച. കൃത്യസമയത്ത് വള്ളിക്കാവിലെ 2 സ്വാമിമാരും കൈമനം ആശ്രമത്തിലെ ഒരു സ്വാമിയും പിന്നെ ഞാനും CMൻ്റെ ചേംബറിലെത്തി. പ്രൈവറ്റ് സെക്രട്ടറി മുരളീധരൻ നായരും പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിയും പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മയും ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. എല്ലാവരും സന്തോഷത്തോട് അങ്ങോട്ടുമിങ്ങോട്ടും പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വരുന്നത്. എല്ലാവരും എണീറ്റ് മുഖ്യമന്ത്രിയെ വിഷ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. എന്താ നിങ്ങളെ പ്രശ്നം? വള്ളിക്കാവിൽ നിന്നും വന്ന ഒരു സ്വാമി പ്രശ്നങ്ങളെല്ലാം സൗമ്യതയോടെ അവതരിപ്പിച്ചു. ഇതൊക്കെ ഹസ്സയോട് സംസാരിച്ച് വേണ്ടത് ചെയ്യാം. നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ വാക്ക് കേട്ട് വെറുതെ സമരത്തിനൊന്നും പോണ്ട, നായനാർ പറഞ്ഞു. ഹംസ മാപ്പ് പറയാതെ പ്രതിഷേധം നിർത്തില്ലെന്ന് സ്വാമിമാരും. അങ്ങോട്ടുമിങ്ങോട്ടും സംസാരം മുറുകുന്നതിനിടയിൽ നായനാർ തനത് ശൈലിയിലേക്ക് മാറി. നിങ്ങളുടെ ഒരു സ്വാമിയല്ലേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്? അതോടെ ചർച്ച വഴിമാറി. അത് ചന്ദ്രസ്വാമിയാണെന്നും അവർ അവരുടെ കൂട്ടത്തിലുള്ളതല്ലെന്നും മുരളീധരൻ നായർ ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ എല്ലാ സ്വാമിമാരെയും എനിക്ക് അറിയാമെന്നായി മുഖ്യമന്ത്രി. കാര്യങ്ങൾ കൈവിട്ടു. എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾക്കും അറിയാമെന്ന് സ്വാമിമാരിൽ ഒരാൾ. മറ്റു 2 സ്വാമിമാർ എണീറ്റ് പോകാനൊരുങ്ങുന്നു. ശശിയും മുരളീധരൻ നായരും എന്നോട് കൈകൊണ്ടും കണ്ണുകൊണ്ടും സ്വാമിമാരെ പിടിച്ചിരുത്താൻ പറയുന്നുണ്ട്. ഒരുവിധം പണിപ്പെട്ട് സ്വാമിമാരെ ഇരുത്തി. അതോടെ മുഖ്യമന്ത്രി സ്വതസിദ്ധമായ ചിരിയോടെ ഡോ, എൻ്റെ ഒരു അനുജരും നിങ്ങളുടെ അമ്മയുടെ ആളാ, അവിടെ വെള്ളയും ഇട്ട് നടപ്പുണ്ട്. പിന്നെ സ്വാമിമാർ അനുജനിലേക്കായി. ഇതിനിടയിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾക്കും അറിയാമെന്ന് പറഞ്ഞ സ്വാമി ഞാൻ പഠിക്കുമ്പോൾ SFI ആയിരുന്നുവെന്ന് അറിയിച്ചതോടെ കൂട്ടച്ചിരിയായി. അവർ അങ്ങനെ ബന്ധുക്കളും ആയി. എനിക്കും മുരളീധരൻ നായർക്കും ശശിക്കും വർമ്മയ്ക്കും ശ്വാസം നേരെ വീണു. എന്തായാലും 3/4 മണിക്കൂർ ചർച്ച കൊണ്ട് കേരളം കത്തിക്കാനൊരുങ്ങിയ ഒരു സമരം ഒത്തുതീർപ്പിലായി. അടുത്ത ദിവസം നിയമസഭയിൽ ടി. കെ. ഹംസ ഖേദം പ്രകടിപ്പിക്കുകയും പ്രതിഷേധം നിർത്തിവച്ചതായി ഭക്തസംഘവും അറിയിച്ചു. ഇതോടെയാണ് തനിക്ക് ശ്വാസം നേരെ വീണതെന്ന് തിരുവല്ലം ഭാസി ഓർത്തെടുക്കുന്നു. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.